പോളിനോമിയൽസിലുള്ള മറ്റൊരു ചോദ്യമാണ്. In the polynomial x square plus kx plus 6, what number should be taken as k to get a polynomial for which x minus 1 is a factor? Find also the other factor of that polynomial. x square plus kx plus 6 എന്ന ബഹുപദത്തിൽ k ആയി ഏത് സംഖ്യ എടുത്താലാണ് x minus 1 ഘടകമായ ബഹുപദം കിട്ടുന്നത്? ഇങ്ങനെ കിട്ടുന്ന ബഹുപദത്തിന്റെ രണ്ടാമത്തെ ഘടകം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോ ഇവിടെ p of x എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട് x square plus kx plus 6. ഈ x square plus kx plus 6 ന്റെ ഘടകം, ഒരു ഘടകം അഥവാ ഒരു ഫാക്ടർ തന്നിട്ടുണ്ട് x minus 1. ഓക്കെ, ഇപ്പോ ഒരു പോളിനോമിയൽ p of x ന്റെ ഘടകമാണ് x minus a എങ്കിൽ, ഒരു പോളിനോമിയൽ p of x ന്റെ ഘടകമാണ് x minus a എങ്കിൽ p of a equal to 0 ആയിരിക്കണം. ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. x minus a ഫാക്ടർ ആണെങ്കിൽ p of a എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ x minus 1 ആണ് ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഈ നെഗറ്റീവ് ഒക്കെ ചില സമയത്ത് ശ്രദ്ധിക്കേണ്ട കേസുകൾ വരുന്നുണ്ട്. അപ്പൊ അതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫാക്ടർ അതൊരു ഫാക്ടർ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതേ ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പോ x minus 1 is a factor എന്ന് പറഞ്ഞിട്ടുണ്ട്. x minus 1 ഒരു ഘടകമാണ്. അപ്പൊ x minus 1 equal to 0 എന്ന് എടുക്കുക. അതിൽ നിന്ന് x equal to 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി p of 1, അപ്പൊ ആ x ന്റെ വാല്യൂ ഇനി നമ്മളുടെ പോളിനോമിയൽ ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മളുടെ x ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇനി ഈ 1 നമ്മൾ പോളിനോമിയൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോ p of 1 equal to 0 അഥവാ 1 square plus k into 1 plus 6 equal to 0. 1 ന്റെ സ്ക്വയർ 1 ആണ്, k into 1 k ആണ്, plus 6. ഇനി 6ഉം 1ഉം കൂട്ടിയാൽ 7 കിട്ടും. ഈ 7 ഇപ്പുറത്തോട്ട് വരുമ്പോ -7 ആവും. അപ്പൊ k equal to -7. k യുടെ വാല്യൂ കിട്ടിയ എത്രയാ? -7. അപ്പൊ നമുക്ക് നമ്മളുടെ ബഹുപദം അല്ലെങ്കിൽ നമ്മളുടെ പോളിനോമിയലിനെ എങ്ങനെ എഴുതാം? x square minus 7x plus 6 അല്ലെ? x square minus 7x plus 6 എന്ന് എഴുതാം. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഫാക്ടർ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാ ഫാക്ടർ കണ്ടെത്തിയിരുന്നത്? x സ്ക്വയറിന്റെ കൂടെ 1 ആണ്. ഇനി ഗുണിക്കുമ്പോ 6 കിട്ടുന്ന രണ്ട് സംഖ്യ, ഗുണിക്കുമ്പോ ഒറ്റക്ക് നിൽക്കുന്ന സംഖ്യ കിട്ടണം. ഒറ്റക്ക് നിൽക്കുന്ന സംഖ്യ പ്ലസ് 6 ആണ്. ഇനി ഒരു നമ്പർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതല്ല നമ്മൾ എടുക്കുക കേട്ടോ. x equal to 1 എന്നല്ല നമ്മൾ പറയാ. x minus 1 -1 ആണ് നമ്മളുടെ ഒന്നാമത്തെ നമ്പർ. ഓക്കെ, അപ്പോ ഗുണിക്കുമ്പോ നമുക്ക് 6 കിട്ടണം. ഒരു നമ്പർ -1 ആണ്. ഒരു നമ്പർ എത്രയാണ്? -1 ആണ്. ഈ -1ന്റെ കൂടെ നമ്മൾ x equal to എന്നുള്ള നമ്പർ അല്ല എടുക്കുക കേട്ടോ. ഫാക്ടർ ആക്കി എഴുതുമ്പോ അതിന്റെ കൂടെയുള്ള നമ്പറിനെയാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇപ്പൊ x equal to 1 തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ 1നെ അപ്പുറത്തോട്ട് കൊടുന്ന് x minus 1 equal to 0 എന്നാക്കിയിട്ട് ഇതാണ് ഗുണിക്കുമ്പോഴുള്ള ഒരു നമ്പർ. ഈ -1ന്റെ കൂടെ എത്ര ഗുണിക്കുമ്പോഴാണ് നമുക്ക് 6 കിട്ടുക? നോക്കിയേ, 1ന്റെ കൂടെ 6 ഗുണിക്കുമ്പോഴാണ് 6. പക്ഷെ ഇവിടെ -1 ആണ്. രണ്ട് നെഗറ്റീവ് ഗുണിക്കുമ്പോഴേ പോസിറ്റീവ് ആകുള്ളൂ. അപ്പൊ -1ന്റെ കൂടെ എത്ര ഗുണിക്കണം? -6 ഗുണിക്കണം. -1 into -6 ആണ് എന്ത്? 6. ഓക്കെ, അപ്പോ -6 ആണ് നമ്പർ വരേണ്ടത്. ഇനി രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? നോക്കി, കൂട്ടുമ്പോ x-ന്റെ കൂടെയുള്ള സംഖ്യ കിട്ടണം. x-ന്റെ കൂടെയുള്ള സംഖ്യ -7. -1ഉം -6ഉം കൂട്ടി നോക്കിയേ. -1ഉം -6ഉം കൂട്ടിയാൽ എങ്ങനെയാ? രണ്ടും നെഗറ്റീവ് ആണ്. സംഖ്യകൾ കൂട്ടിയിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി അല്ലെ? പ്ലസ് ഓർ മൈനസ് അല്ല, പ്ലസ് -6 എന്നാണ് കേട്ടോ. -1 പ്ലസ് -6. അപ്പൊ രണ്ടും നെഗറ്റീവ് ആണ്. കൂട്ടിയിട്ട് മൈനസ് ഇട്ട് കൊടുത്താൽ മതി അല്ലെ? അപ്പൊ 1ഉം 6ഉം കൂട്ടിയ 7 -7. കണ്ടീഷൻ കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഫാക്ടർ ആരാണ്? ഒന്നാമത്തെ ഫാക്ടർ x minus 1 ആണ്. രണ്ടാമത്തെ ഫാക്ടറോ x minus 6. ഓക്കെ, രണ്ടാമത്തെ ഫാക്ടറും കാണാൻ പറഞ്ഞിരുന്നു നമ്മളോട്. k യുടെ വിലയും കാണാൻ പറഞ്ഞു. k -7 കിട്ടും. രണ്ടാമത്തെ ഫാക്ടർ x minus 6 എന്നും കിട്ടും. ഓക്കെ.